Alhamdulillah. Allahumma salli ala Muhammadin wa ala ali Muhammad. In uridu illa al-islaha ma istata'tu wa ma tawfiqi illa billah. Alayhi tawakkaltu wa ilayhi unib. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatan min lisani yafqahu qawli. Assalamu alaikum wa rahmatullahi wa barakatuh. സർവശക്തനായ ജഗന്നിയന്താവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദേഹവും ദേഹിയും കൂടിയ ജീവിയാണ് മനുഷ്യൻ. ദേഹം നമുക്ക് കാണാൻ കഴിയും, കണ്ണാടിയെ നോക്കി കാണാൻ കഴിയും. കണ്ണാടി ഇല്ലാതെ തന്നെ ശരീരത്തിലെ തലയും മുഖവും പുറവും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും കാണാൻ കഴിയും. എന്നാൽ ദേഹി കാണാൻ കഴിയില്ല. ഇങ്ങനെ സംഭവിച്ചപ്പോൾ അജ്ഞർ മനസ്സിലാക്കി ദേഹിയില്ലെന്ന്, ദേഹം മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ സംഭവിച്ചത് ദേഹത്തിന് അമിത പ്രാധാന്യം കൊടുത്തു ദേഹിയെ വിസ്മരിച്ചു കളഞ്ഞു. മുഖം നന്നായി കഴുകി വൃത്തിയാക്കും, രാവിലെയും വൈകുന്നേരവും കുളിക്കും, 2-3 നേരം പല്ലു തേക്കും, ഇടയ്ക്കിടെ മെഡിക്കൽ ചെക്കപ്പ് നടത്തും, ശരീരത്തിന്റെ ഫിറ്റ്നസ് ബോധ്യപ്പെടാൻ വേണ്ടി. ഷുഗറോ കൊളസ്ട്രോളോ BP-യോ ഉണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധിച്ചു കൊണ്ടിരിക്കും. കണ്ണിന് അല്പം പ്രശ്നം വരുമ്പോഴേക്ക് ഐ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തേക്ക് നമ്മൾ പോകും. എല്ലിന് എന്തെങ്കിലും ഒരു ഉളുക്കോ ചതവോ സംഭവിക്കുമ്പോഴേക്ക് അതിന്റെ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോകും. വെറുതെ നെഞ്ചുവേദന എന്ന് തോന്നുമ്പോഴേക്ക് എൻജിയോഗ്രാം ചെയ്യും. പനിയുണ്ടോ എന്ന് വെറുതെ ഒരു ചൂട് തോന്നുമ്പോഴേക്ക് പെനഡോളോ അല്ലെങ്കിൽ പാരസെറ്റമോളോ എന്തെങ്കിലുമൊക്കെ കഴിക്കും. തലവേദന ഉണ്ടോ എന്ന് സംശയം വരുമ്പോഴേക്ക് നമ്മൾ എന്തെങ്കിലും പാമെടുത്ത് നെറ്റിയിൽ പുരട്ടും. അങ്ങനെ ശരീരത്തെക്കുറിച്ച് വളരെ ജാഗ്രതയുള്ളവനാണ് മനുഷ്യൻ. തല, മുടിയുടെ ഭംഗി കറുപ്പാണ്. മെല്ലെ മെല്ലെ ജരാനരകൾ ബാധിക്കുമ്പോൾ അവൻ അസ്വസ്ഥനായി, അവൻ വേഗം അത് കറുപ്പിക്കും. അവൻ തളരാൻ പോകുമ്പോൾ വേഗം ജ്യൂസോ വെള്ളമോ കഴിക്കും. വിശക്കുമ്പോഴേക്ക് അവൻ ഓടിച്ചെന്ന് എന്തെങ്കിലും ആരി വലിച്ചു കഴിക്കും. ഇങ്ങനെ അവൻ അവന്റെ ശരീരത്തെ നന്നായി ഗൗനിക്കുന്നു. ഇപ്പോഴാകട്ടെ പുതിയ തലമുറ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ജിമ്മൊക്കെ എടുത്ത് ശരീരത്തെ 6 പാക്കാക്കി നിർത്തും. കുറച്ച് പ്രായമുള്ളവർ, മധ്യവയസ്കരൊക്കെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് നടക്കും. നടന്ന് കിലോമീറ്ററുകൾ നടന്ന് അവരുടെ ശരീരത്തിന്റെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തും. ഇങ്ങനെ ദേഹത്തിന് അമിത പ്രാധാന്യം കൊടുത്തൊരു കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേഹിയെ കാണാതെ വന്നപ്പോൾ, ദേഹി പ്രത്യക്ഷമല്ലാതെ വന്നപ്പോൾ, ദേഹി അരൂപിയാണ് എന്നതുകൊണ്ട്, ദേവി നഗ്ന ഗോചരങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തതുകൊണ്ട് അതിനെ മറന്നു. മഹാഭൂരിപക്ഷവും മറന്നു. അടിസ്ഥാനമാകട്ടെ ദേഹിയാണ് സത്യം. ദേഹം എപ്പോഴും വിട പറയാനുള്ളതാണ്. ദേഹം എപ്പോഴും നശിച്ചു പോകാനുള്ളതാണ്. ദേഹിയാണ് അനശ്വരം. പക്ഷെ അനശ്വരമായ ദേഹിയെ വിസ്മരിച്ച് നശ്വരമായ ദേഹപൂജ നടത്തുന്നവരാണ് അധികവും. ഖുർആൻ അവരെ ഇങ്ങനെ പറഞ്ഞു: അഫറഅയ്ത, നീ കണ്ടുവോ, മനിത്തഖദ, സ്വീകരിച്ചവരെ, ഇലാഹു, ദൈവമായി, ഹവാഹു, അവരുടെ ഇച്ഛ, അവരുടെ ഹവ, അവരുടെ ആത്മാവിന്റെ ആഗ്രഹങ്ങൾ, അവരുടെ ശരീരത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ നീ കണ്ടുവോ എന്ന് ഖുർആൻ പറഞ്ഞു. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആത്മാവിനെ സംസ്കരിച്ചവൻ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ വിപുലീകരിച്ചവൻ പരാജയപ്പെട്ടു. ആത്മാ സംസ്കരണത്തിന്റെ ഈ നാളുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ആത്മാവിനെ സംസ്കരിക്കാൻ ശ്രദ്ധിക്കുക. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.